പെട്ടെന്നൊരു ഐ വരക്കാൻ പറഞ്ഞാൽ എല്ലാവരും വരക്കുമല്ലോ. ഒന്ന് റിയലിസ്റ്റിക്കും 3D ആയിട്ട് നമുക്കൊരു ഐ വരച്ചാലോ. അതിന് വേണ്ടി ഇതുപോലെ കാണുന്ന പോലെ 4 പ്ലസ് പോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരക്കാം. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലെയർ കൂടെ വരക്കാം. പിന്നെ ഉള്ളിലായിട്ട് ഒരു സർക്കിൾ വരക്കാം. അതിൻ്റെ ഉള്ളിലായിട്ട് ഡാർക്കായിട്ടൊരു ഡോട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ കാണുന്ന പോലെ 3 ലൈൻസ് വരക്കാം. ഈ ലൈൻസ് നമ്മൾ എന്നിട്ടൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ ഈ സർക്കിളിൻ്റെ ഒരു ഏരിയാസ് ഭയങ്കരമായിട്ട് ഡാർക്ക് ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വിരൽ വെച്ചൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ റബ്ബർ വെച്ചിട്ട് നമുക്കൊന്ന് തൂത്ത് ലൈനൊക്കെ ഇട്ട് കുറച്ച് ചെറിയ ഭാഗങ്ങളൊന്ന് തൂത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഹൈലൈറ്റ് ആയിട്ട് കിട്ടും അത്. പിന്നെ ലാഷസ് വരക്കുക. ലാഷസ് ക്രിസ് ക്രോസ് ആയിട്ട് ഇങ്ങനെ വളച്ച് മേളിലോട്ട് കൊണ്ടുപോകുക. അടിയിലും ഇതുപോലെ ക്രിസ് ക്രോസ് ആയി സി ടൈപ്പ് പോലെ ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് വരച്ച് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ ബ്രോസ് വരക്കാം. ബ്രോസിന് പല ഷേപ്സ് ഉണ്ട്. ഞാൻ ഈ ഷേപ്സാണ് എപ്പോഴും വരക്കാറ്. അപ്പോൾ ഇത് വരച്ചതിന് ശേഷം അതിൻ്റെ ബ്രോസ് നമ്മൾ അടിയിൽ നിന്ന് നടുക്കോട്ട് വളച്ച് കൊടുക്കണം. മേളിലത്തെ ലൈനിൽ മുട്ടിക്കരുത്. ശേഷം മേളിലത്തെ ലൈനിൽ നിന്നും ബ്രോസ് നടുക്കോട്ട് വളച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടും. പിന്നുള്ള സ്റ്റെപ്പാണ് മെയിനായിട്ടുള്ള സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പാണ് ഇതിന് ഒരു 3D എഫക്റ്റ്, എന്താ ജീവൻ കൊടുക്കാനൊക്കെ പറയാം. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇതിൽ കൊടുത്തേക്കണ പോലെ ഡാർക്കായിട്ട് കൊടുക്കുക. കുറച്ച് ഭാഗങ്ങൾ ഡാർക്കാക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു 3D എഫക്റ്റ് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ബിഗിനേഴ്സിനൊക്കെ വരക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഐ ആണ്. അപ്പോൾ വെറുതെ കണ്ണ് വരക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് വരച്ച് വെക്കാം കേട്ടോ.